സ്പൈസ് ആൻഡ് നട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിച്ചടി ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. അതിൽ തന്നെ കുറച്ച് മീറ്റെല്ലാം ചേർത്തിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റമാണ് മുസ്ലിം കമ്മ്യൂണിറ്റികളിൽ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ഫുഡ്. കഴിഞ്ഞ തവണ ഒരു ഫംഗ്ഷന് വേണ്ടി പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഈ സാധനം കാണുന്നതും ഇതിൻ്റെ പേര് കേൾക്കുന്നത്. അരിയും പരിപ്പും നുറുക്ക് ഗോതമ്പെല്ലാം ചേർത്ത് നല്ല ബീഫോ അല്ലെങ്കിൽ മട്ടനോ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ അതുപോലെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് ബീഫ് കിച്ചടി അല്ലെങ്കിൽ മട്ടൻ കിച്ചടി. ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കിച്ചടി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. 300 ഗ്രാം ബീഫ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഇഡ്ഡലി റൈസ് അല്ലെങ്കിൽ പച്ചരി എടുക്കാം. ഇതേപോലത്തെ ചെറിയ വലുപ്പമുള്ള റൈസ് ഏതെങ്കിലും എടുക്കണം. 1/2 കപ്പ് മൂങ് ദാൽ, പായസത്തിലെല്ലാം ഉപയോഗിക്കുന്ന ചെറുപയർ പരിപ്പാണ് മൂങ് ദാൽ 1/2 കപ്പ്. 1/2 കപ്പ് ബ്രോക്കൺ വീറ്റ്, നുറുക്ക് ഗോതമ്പ് 1/2 കപ്പ്, വലിയൊരു സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കാം. രണ്ടായാലും ഫ്രഷ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് സാധാ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാം. 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഓൾ സ്പൈസസിൽ വരുന്ന ഒരു ചെറിയ ബേ ലീവ്സ്, 2 ഗ്രാമ്പു, 2 ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട, കുറച്ച് മല്ലിയില, കുറച്ച് സവാള വറുത്തെടുത്തത്. ആദ്യം തന്നെ ഈ അരിയും പയറുവർഗ്ഗങ്ങളൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് കുതിർത്തെടുക്കണം. ഒരു 30 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തിടണം. ഇത് മൂന്നും വെള്ളത്തിലിട്ട് കുതിർക്കാൻ 30 മിനിറ്റ് മാറ്റി വെച്ചാൽ അടുത്തത് ബീഫ് വേവിച്ചെടുക്കാം. ബീഫ് വേവിക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കുക. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വേവിച്ചെടുക്കാം. സവാള നല്ല ഗോൾഡൻ ബ്രൗണായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ കൂടെ ഒന്ന് കുക്ക് ചെയ്യുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തു വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അരി ചേർക്കുമ്പോൾ സെപ്പറേറ്റ് വെള്ളം വീണ്ടും ആഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ 2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്കർ അടച്ചു വയ്ക്കാം. ഇനി ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും അതിനുശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 5 വിസിലോളമാണ് ഞാനിവിടെ അടുപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ പ്രായവും എല്ലാം കണക്കിലെടുത്ത് ചിലപ്പോൾ വിസിലിൻ്റെ എണ്ണവും കൂട്ടേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഈ ബീഫിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 5 വിസിലോളം അടുപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഫ്ലെയിം സെറ്റിലായ ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. 5 വിസിലിന് ശേഷം ഫ്ലെയിം സെറ്റിലായി കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മൂങ് ദാൽ, പച്ചരി, നുറുക്ക് ഗോതമ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ബീഫിൽ 2 കപ്പ് ചേർത്തതാണ്. 2 കപ്പ് വെള്ളം കൂടി ഇനി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. ഇതിലെന്തായാലും എക്സ്ട്രാ ഇനി വെള്ളം ചേർക്കേണ്ടി വരും. കാരണം ഇത് വെന്ത് വരുമ്പോൾ വെള്ളം ഇനി കുറവാകും, നല്ല കട്ടിയാവും. ആ സമയത്ത് വേണമെങ്കിൽ 1-2 കപ്പ് വെള്ളം ചൂടുവെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 20 മിനിറ്റോളം വേവിച്ചെടുക്കണം. 20 മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ചേർക്കുന്ന അരിക്കെല്ലാം വേവ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സമയം കൂട്ടേണ്ടി വരും.
ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക വേണം, അപ്പോൾ ഒട്ടി പിടിക്കുകയില്ല. ഇങ്ങനെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി 20 മിനിറ്റ് വേവിച്ച ശേഷം നമുക്ക് നോക്കാം. ആ 20 മിനിറ്റ് വേവിക്കുന്നതിനിടയിൽ വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 15 മിനിറ്റ് അടുപ്പത്ത് വെച്ച് ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. വെള്ളം കുറവാണ്, അടി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1.5 കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് ഏകദേശം ഈ പരുവായിട്ടുണ്ട്. നമ്മുടെ സാധാ കഞ്ഞിനേക്കാളും കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഈ സമയത്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള മല്ലിയില, വറുത്ത് വെച്ചിട്ടുള്ള സവാള ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഒരു 1-2 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ആക്കി സെർവ് ചെയ്യാം. ഇത് കഴിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് വറുത്ത സവാളയെല്ലാം വാരിയിട്ട് ഒരു നാരങ്ങ നന്നായി പിഴിഞ്ഞൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കുക. നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതേപോലെ ഒരു ബീഫിൻ്റെ പീസും കൂടി എടുത്തിന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത വിഭവങ്ങളുമായിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. മറ്റൊരു വിഭവവും അടുത്ത വീഡിയോവുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.